സംസ്ഥാനത്ത് ആക്രമം അഴിച്ചുവിടാൻ ആർഎസ്എസ് ബിജെപി നേതൃത്വങ്ങൾ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണൂരിൽ കലോത്സവം നടക്കുന്ന പ്രദേശത്ത് പോലും സംഘർഷമുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് ആർഎസ്എസ് എന്നും കോടിയേരി പറഞ്ഞു. സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഎം എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് സതുദ്ദേശപരമായ നിലപാടാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തെ ഒരു കലാപ സംസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കം ആർഎസ്എസ് ഉപേക്ഷിക്കണം. ബോധപൂർവം കേരളത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്നുള്ള നീക്കം ആർഎസ്എസിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അത്തരം നീക്കങ്ങൾ സൗദ്ദേശപരമല്ല, സമാധാനത്തിന് സഹായകരമല്ല. അക്രമം നടത്തുന്ന ആർഎസ്എസ്സുകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വേണ്ടി തന്നെയാണ് പാർട്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടല്ലൂർ സന്തോഷ് വധക്കേസിൽ 6 പേർ അറസ്റ്റിൽ. റോഹിൻ, മിഥുൻ, പ്രജുൽ, സനിൽ, റിജേഷ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ ധർമ്മടത്ത് സന്തോഷിന്റെ കൊലയ്ക്കു പിന്നിൽ സ്വത്ത് തർക്കമെന്ന് എം.വി. ജയരാജൻ. കൊലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് ദൌർഭാഗ്യകരമാണ്. സിപിഐഎം പ്രവർത്തകർ പ്രതികളായാൽ സംരക്ഷിക്കുന്നില്ലെന്നും എം.വി. ജയരാജൻ കോഴിക്കോട് പറഞ്ഞു. കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് സ്വത്ത് തർക്കത്തെ തുറന്നുണ്ടായ ഒരക്രമവും മരണവുമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി. സിപിഎമ്മിൻ്റെ ആരെങ്കിലും അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സിപിഐഎം സ്വീകരിക്കുകയുമില്ല. വികസന പദ്ധതി നിർവഹണത്തിൽ പ്രാദേശിക സർക്കാരുകൾ സമയനിഷ്ഠ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന മാസങ്ങളിൽ തിരക്കിട്ട് തുക ചെലവഴിച്ച് തീർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ.കെ. നായനാർ സർക്കാർ തുടക്കമിട്ട ജനകീയ ആസൂത്രണത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം പുതുചൈതന്യം പകരുന്ന പദ്ധതിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 മിഷനുകളുടെയും വകുപ്പുകളുടെയും ഏകീകരണത്തിലൂടെ വികസന പദ്ധതികൾക്കായുള്ള ആശയ രൂപീകരണത്തിന് വേദി തുറന്നാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. പ്രാദേശിക സർക്കാരുകൾ അവസാന മാസങ്ങളിൽ പദ്ധതി തുക ചെലവഴിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 1-ന് നിർവഹണം തുടങ്ങാനാവും വിധം പദ്ധതികൾ വളരെ നേരത്തെ തുടങ്ങണം. ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കണം. വളരെ തിരക്കിട്ട് തീർക്കേണ്ട ഒന്നാണ് പദ്ധതി നിർവഹണമെന്ന ധാരണ മാറ്റിയെടുക്കണം. ഇപ്പോൾ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും പ്രാദേശിക സർക്കാരുകൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. പദ്ധതി രൂപീകരണവും ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കാനാവണം. പ്രാദേശിക പദ്ധതി നിർവഹണത്തിലെ അഴിമതിക്കാർക്കെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനതല പദ്ധതികൾക്കൊപ്പം പ്രാദേശിക പദ്ധതികൾക്കും പ്രാധാന്യം നൽകും. പോരായ്മകൾ പരിഹരിച്ച് ജനകീയാസൂത്രണം മെച്ചപ്പെടുത്താനാണ് 13ാം പദ്ധതിക്കാലത്ത് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക സർക്കാരിൽ ഉത്തരവാദിത്വം കെട്ടിവെച്ച സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറില്ല. ഇക്കാര്യത്തിൽ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കും. നോട്ട് പ്രതിസന്ധി, വരൾച്ച എന്നിവ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് സർക്കാർ പരിഹാരം കണ്ടെത്തും. കറൻസി പ്രശ്നം, വരൾച്ച ഇവയെല്ലാം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്ന് വസ്തുതയാണ്. ആ പ്രതിസന്ധി വളരെ വൈകാതെ തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തെ വളർച്ചയുടേതായ ഒരു ഉയർന്ന പന്ഥാവിലേക്ക് നയിക്കാൻ ഉതകിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾ നാടിന്റെ വികസന വിഷയത്തിൽ വിലങ്ങുതടിയാകരുതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം ജനകീയാസൂത്രണ പദ്ധതിയിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണെന്നും പ്രതിപക്ഷവുമായി പങ്കാളിത്തം ഉറപ്പാക്കാൻ തയ്യാറാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. മന്ത്രിമാരായ എ.സി. മൊയ്തീൻ, തോമസ് ഐസക്, വി.എസ്. സുനിൽകുമാർ, കെ.ടി. ജലീൽ, രവീന്ദ്രനാഥ്, ഇ. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള ഓർഡിനൻസിൽ രാഷ്ട്രപതി ഇന്ന് ഒപ്പുവയ്ക്കും. മൃഗസ്നേഹികളുടെ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നതിനാൽ കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷമേ ഇന്ന് ഓർഡിനൻസ് പുറത്തിറക്കൂ. ഓർഡിനൻസ് നിയമമാകുന്നതോടെ നാളെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്താനാണ് സർക്കാർ നീക്കം. ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാടിന്റെ പ്രത്യേക ഓർഡിനൻസിന് കേന്ദ്ര നിയമ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും അംഗീകാരം നൽകിയിരുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച ഓർഡിനൻസിൽ ഇന്ന് പ്രണബ് മുഖർജി ഒപ്പുവയ്ക്കും. ജല്ലിക്കെട്ട് ഓർഡിനൻസ് നിയമമാകുന്നതോടെ സംസ്ഥാന മന്ത്രിസഭ ഓർഡിനൻസ് തുടർ നടപടികൾക്കായി ഗവർണർക്ക് സമർപ്പിക്കും. സുപ്രീം കോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്ന ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള പുതിയ ഓർഡിനൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മൃഗസ്നേഹ സംഘടനയായ പെറ്റ വ്യക്തമാക്കി. മൃഗങ്ങൾക്കെതിരായ ക്രൂരകൃത്യം തടയൽ നിയമത്തിലെ പട്ടികയിൽ നിന്നും കാളകളെ ഒഴിവാക്കുന്നതാണ് പുതിയ ഓർഡിനൻസ്.
പരമ്പരാഗത കായിക ഇനമാണ് ജല്ലിക്കെട്ടെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ജല്ലിക്കെട്ട് നിയമ ഓർഡിനൻസിൽ വ്യക്തമാക്കുന്നു. മൃഗസ്നേഹ സംഘടനകൾ കോടതിയിൽ സമീപിക്കുമെന്നതിനാൽ കോടതിയുടെ ഇന്നത്തെ പ്രവർത്തന സമയത്തിന് ശേഷമാകും ഓർഡിനൻസ് പുറത്തിറക്കുക. തുടർന്ന് നാളെ ഞായറാഴ്ചയായതിനാൽ അടിയന്തരമായി നാളെ തന്നെ ജല്ലിക്കെട്ട് സംസ്ഥാനത്ത് നടത്താനുമാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മൃഗസ്നേഹ സംഘടനകൾ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും മുമ്പ് ജല്ലിക്കെട്ട് നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുപ്രീം കോടതി വിധിപ്പകർപ്പ് തയ്യാറാക്കുന്ന കേസിലാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ നിയമനിർമ്മാണാധികാരം ജുഡീഷ്യറിയെ മറികടക്കാൻ കോടതി അനുവദിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ 8 പേർക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ രണ്ടാമത്തെ കുറ്റപത്രവും ഉദുപ് വർഗീസിനെ പ്രതിയാക്കിയ ആദ്യ കുറ്റപത്രവുമാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായി റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറഫ മാൻപവർ കൺസൾട്ടൻസി ഉണ്ടാക്കിയ കരാർ പ്രകാരം 19,500 രൂപയാണ് സർവീസ് ചാർജായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നഴ്സിൽ നിന്ന് ഈടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന്റെ 100 ഇരട്ടിയായ 19.5 ലക്ഷം രൂപയാണ് ഏജൻസി ഒരു നഴ്സിൽ നിന്ന് പിഴിഞ്ഞത്. ഇത്തരത്തിൽ 1200 നഴ്സുമാരെ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തതായും 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തതുമാണ് സിബിഐ കേസിന് ആധാരം. 2014 ഡിസംബറിനും 2015 മാർച്ചിനും ഇടയ്ക്കാണ് റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടന്നത്. 230 കോടി രൂപയുടെ തട്ടിപ്പിനാണ് സംഘം പദ്ധതിയിട്ടിരുന്നതെന്നും സിബിഐ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ രണ്ടാം കുറ്റപത്രം സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ ഒന്നാം പ്രതിയാക്കിയും റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറഫ മാൻപവർ കൺസൾട്ടൻസിയെ രണ്ടാം പ്രതിയാക്കിയും ഇതിന്റെ ഉടമ മൈലക്കാട്ട് ഉദുപ് വർഗീസിനെ മൂന്നാം പ്രതിയാക്കിയും ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസുമടക്കം മറ്റ് 8 പേർക്കെതിരെയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അൽഷറഫ ജീവനക്കാരായ ജോസി, പ്രദീപ് KS, ഹവാല ഇടപാടുകാരായ VS സുരേഷ് ബാബു, K അബ്ദുൾ നാസർ എന്നിവരാണ് മറ്റു പ്രതികൾ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ സിബിഐ ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലും ഒന്നാം പ്രതി മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് തന്നെയാണ്. ജനുവരി 8 സിബിഐ കോടതിയിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ പാനേഷ്യ ട്രാവൽസ് ആൻഡ് MD MK സലീം, ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജൻ എന്നിവരും പ്രതികളാണ്. റിക്രൂട്ടിംഗ് തട്ടിപ്പിന് എമിഗ്രൻസ് ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടുനിന്നതിനെ ഏറെ ഗൗരവത്തോടെയാണ് സിബിഐ കാണുന്നത്. അതേസമയം രണ്ടാം കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഉദുപ്പ് വർഗീസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനെന്ന വാർത്തകളും മുമ്പ് പുറത്തു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപണമുയർന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ നീക്കം. സിൻഡിക്കേറ്റ് നിയമിച്ച സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടതംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ചോർന്നതിലും നിയമന അഴിമതി സംബന്ധിച്ചും ഉന്നതതല അന്വേഷണം നടത്താതെ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് സർവകലാശാലയുടെ ശ്രമം. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനത്തിനായി തയ്യാറാക്കിയ താൽക്കാലിക ജീവനക്കാരുടെ റാങ്ക് ലിസ്റ്റ് ചോർന്ന വാർത്ത പീപ്പിൾ ടിവിയാണ് നേരത്തെ പുറത്തുവിട്ടത്. താൽക്കാലിക ജീവനക്കാർക്കായി നീക്കിവെച്ച 54 സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ചോർന്നത് നിയമന അഴിമതിയെ തുടർന്നാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാറും പ്രൊവൈസ് ചാൻസലറും നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നുവെന്നും ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് VC കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിപ്പോൾ തിരുക്കപ്പെട്ട് നടത്താനുള്ള തീരുമാനം. അല്ലാതെ സാധാരണ ഇത് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കെ കേവലം സാമ്പത്തികമായ അഴിമതി വരെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് പോകുന്നത് തീർച്ചയായിട്ടും സർവകലാശാലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്ന് ആരോപണമുയർന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് വീണ്ടും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയാൽ വർഷങ്ങളോളം സർവകലാശാലയിൽ ജോലി ചെയ്തു വരുന്ന അർഹരായ പലരും പുറത്തുപോകുന്ന സാഹചര്യം വരും. അഴിമതിക്ക് വേണ്ടി യോഗ്യതയിലും വയസ്സിലും വരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാറ്റം വരുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. പഴയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ വൈസ് ചാൻസലർ ചെയർമാനായ 5-അംഗ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ 2 ഇടത് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയാണ് സർവകലാശാല നിയമന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അനൂപ് KR, കോഴിക്കോട്. മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. മുഖ്യമന്ത്രി വിവരാവകാശ നിയമം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ തന്നെ എന്ത് നൽകണം നൽകരുത് എന്ന് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും സുധീരൻ പറഞ്ഞു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളത് വിചിത്രമായി നമുക്ക് തോന്നുന്നു. മന്ത്രിസഭാ തീരുമാനം പുറത്തിറങ്ങിയാൽ എന്താ പ്രശ്നം? വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ പുറത്തുവിടാൻ പാടില്ല, ഏതൊക്കെ കൊടുത്തുകൂടാ, ഏതൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്.
അതിൻ്റെ അന്തസത്ത തന്നെയാണ് അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കൃത്യമായ വേതനം നൽകാത്ത കമ്പനികളോട് സർക്കാർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി AITUC സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കൂലി ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ പേരിൽ ഫാക്ടറികൾ അടച്ചിട്ടുകൊണ്ട് തൊഴിലാളികളോട് വെല്ലുവിളിക്കുന്ന തൊഴിലുടമകളോട് ഒരു സൗജന്യവും ഒരു സൗമനസ്യവും കാണിക്കേണ്ട കാര്യമില്ല. കൊടികെട്ടുന്നതിനിടെ കാൽവഴുതി വീണു മരിച്ച CPIM തിരുവനന്തപുരം അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി MH മാഹിന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആദരാഞ്ജലി അർപ്പിച്ചു. അമ്പലത്തറ പുത്തൻപള്ളിയിലെ വീട്ടിലെത്തിയാണ് കോടിയേരി ആദരാഞ്ജലി അർപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, വി ശിവൻകുട്ടി തുടങ്ങിയവരും കോടിയേരിക്കൊപ്പം എത്തിയിരുന്നു. ഖബറടക്കം പൂന്തുറ പുത്തൻപള്ളിയിൽ നടന്നു. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണി രൂപീകരണങ്ങളിൽ അവ്യക്തത. തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിൽ ആശയക്കുഴപ്പം. ചെറുപാർട്ടികളുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ചു മത്സരിക്കാൻ വഴിതേടുകയാണ് RLD. BJPയും BSPയും ഒറ്റയ്ക്ക് മത്സരിക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബ്രേലി, അമേഠി എന്നിവിടങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകൾ, 23 സിറ്റിംഗ് സീറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി 101 സീറ്റെങ്കിലും വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ച 393 സീറ്റുകളിൽ പലതും വേണ്ടെന്ന് വച്ചാലും കോൺഗ്രസ് ആവശ്യപ്പെട്ട 101 സീറ്റ് നൽകാനാകില്ലെന്നാണ് സമാജ്വാദി നിലപാട്. ഈ തർക്കത്തിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികൾക്കും കഴിയാത്തതോടെ സഖ്യചർച്ച വഴിമുട്ടി നിൽക്കുന്നു. ഇരുപക്ഷവും സഖ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ അജിത് സിംഗിന്റെ RLD സ്വന്തം നിലയ്ക്ക് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ RJD അടക്കമുള്ള ചെറുപാർട്ടികളുമായി ചർച്ച ആരംഭിച്ചു. ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണയാണ് RLDയുടെ ബലം. ജാട്ട് മുസ്ലിം സംഘർഷം ഉത്തർപ്രദേശിൽ വ്യാപകമാണ്. RLDയെ ഒപ്പം കൂട്ടിയാൽ മുസ്ലിങ്ങൾ സമാജ്വാദിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യില്ലെന്നുറപ്പ്. ഈ സാഹചര്യത്തിലാണ് RLDയെ അഖിലേഷ് തള്ളിയത്. പക്ഷേ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ആ ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമം അജിത് സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അയോധ്യയിലടക്കം മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി മായാവതി നടത്തുന്ന തന്ത്രങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ സമാജ്വാദി ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BSPയും BJPയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ മറുഭാഗത്ത് മുന്നണി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നു. കോൺഗ്രസ് സമാജ്വാദി സഖ്യ ചർച്ചകളും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുന്ന RLDയുടെ രാഷ്ട്രീയ നീക്കവും അന്തിമമായാൽ മാത്രമേ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും സന്തോഷ് സാർ. അവതരണം കൊണ്ട് മാത്രമല്ല, തെരഞ്ഞെടുത്ത വിഷയം കൊണ്ടുകൂടിയാണ് വിതുര ഗവൺമെന്റ് സ്കൂളിലെ നാടകം ശ്രദ്ധേയമായത്. മനുഷ്യബന്ധങ്ങളിലെ അകൽച്ച സമർത്ഥമായി അവതരിപ്പിക്കുകയായിരുന്നു പവർക്കെട്ട് എന്ന നാടകം. മനുഷ്യബന്ധങ്ങൾ ശോഷിച്ചു പോകുന്നതിന് സമർത്ഥമായി വരച്ചു കാട്ടുന്നതായിരുന്നു വിതുര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നാടകം. വൈദ്യുതി നിലയ്ക്കുന്ന സമയത്ത് മാത്രം പരസ്പരം മിണ്ടുന്നവരാണ് ഈ കുടുംബം. മനസ്സിൽ നന്മ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ നാടകമെന്ന് അധ്യാപകൻ പറഞ്ഞു. ഈ നാടകത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ മാറുന്ന ലോകത്ത് എത്രയൊക്കെ വേഗതയിൽ നമ്മൾ നടന്നാലും മനസ്സിൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം അഥവാ നന്മ, ആ പഴയ കാലത്തിൻ്റെ നന്മ കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ്. ജനറൽ വിഭാഗം നാടകത്തിൽ 32 ടീമുകളാണ് മത്സരത്തിനെത്തിയത്. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. തെയ്യത്തിന്റെയും തിറകളുടെയും നാട്ടിലെത്തിയവർക്ക് അനുഷ്ഠാന കലയെ അടുത്തെറിയാനുള്ള അവസരമുണ്ട് കലോത്സവ നഗരിയിൽ. travelkannur.com എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫോട്ടോ പ്രദർശനം. വടക്കേ മലബാറിന്റെ നേർചിത്രം പരിചയപ്പെടുത്തുന്നതാണ് തെയ്യം തിറകളുടെ ഫോട്ടോ പ്രദർശനം. മറ്റ് ജില്ലയിൽ നിന്നെത്തുന്നവർക്ക് തീർത്തും അപരിചിതമായ നിരവധി തെയ്യക്കോലങ്ങൾ ഇവിടെ കാണാം. മുച്ചിലോട്ട് ഭഗവതി, ചാമുണ്ടി തെയ്യങ്ങൾ, ഖണ്ഡാകർണൻ,
കതിവനൂർ വീരൻ, ആടിവേടൻ, ഇങ്ങനെ പോകുന്നു പട്ടിക. 300-ലധികം തെയ്യക്കോലങ്ങളുടെ ഫോട്ടോ പ്രദർശനത്തിലുണ്ട്. 200-ലധികം ഫോട്ടോഗ്രാഫർമാർ പകർത്തിയവ. അതീവ സുന്ദരം. നമ്മുടെ നാട്ടിൽ, നമ്മൾ തെയ്യങ്ങളുടെ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും ഇത്രയും തെയ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. പല പേര് മാത്രം കേട്ട തെയ്യങ്ങളൊക്കെ ചിത്രത്തിൽ കാണുമ്പം അങ്ങേയറ്റം എന്താ പറയുക, കൗതുകകരമായ പല വേഷങ്ങളുമാണ്. അതീവ സുന്ദരമാണ്. നല്ല പ്രദർശനമായിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലക്കാരായ ഞങ്ങൾക്ക് പോലും ഇത് അന്യമാണെന്ന് കാണുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇത് എത്ര ആശ്ചര്യകരമായിരിക്കും ഈ കാഴ്ച എന്ന് ഞാൻ ആലോചിക്കുന്നത്. കണ്ണൂരിൻ്റെ സ്വന്തം തറിയും ചർക്കയും നൂൽനൂൽപ്പും തൊട്ടടുത്ത് തന്നെ കാണാനാവും. ക്യാമറമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും AK ലതീഷ്. തനതു ശൈലിയിൽ നിന്നും വേർപെട്ട കലോത്സവ പരുവമാണ് വേദികളിലെ വഞ്ചിപ്പാട്ട്. അവതരണ രീതിയിൽ തന്നെ വ്യത്യാസം വരുത്തിയാണ് കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സര ഇനമാകുന്നത്. കേട്ടുപരിചയിച്ച ഈണമാണ് കലോത്സവ വേദികളിലെ വഞ്ചിപ്പാട്ടിന്റെ സ്വീകാര്യത. അതല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ വേളയിൽ പള്ളിയോടങ്ങളിൽ തട്ടി ഓളപ്പരപ്പിൽ അലിഞ്ഞു ചേരേണ്ട വഞ്ചിപ്പാട്ടിന്റെ കലോത്സവ പരുവം ആരു കാണാനാണ്? തനതു ശൈലിയിൽ നിന്ന് വേറിട്ട് സൗകര്യപൂർവ്വം കലോത്സവ വേദിക്ക് ഇണങ്ങും വിധമുള്ള പരുവപ്പെടുത്തലാണ് മത്സരവേദികളിലെ വഞ്ചിപ്പാട്ട്. തട്ടിയെടുക്കാൻ പാകത്തിൽ വർഷങ്ങളുടെ പൊടി പിടിച്ചു കിടക്കുന്ന ചരിത്രം വഞ്ചിപ്പാട്ടിനുമുണ്ട്. ഇന്ന് ആഘോഷവേദികളിൽ ആവേശം സൃഷ്ടിക്കുമ്പോൾ ഓരോ തുഴപ്പാടിനിടയിലും ആയാസം കണ്ടെത്താനുള്ള തുഴക്കാരന്റെ നെടുവീർപ്പിന്റെ വിയർപ്പിന്റെ പാട്ടായിരുന്നു അക്കാലത്ത് വഞ്ചിപ്പാട്ട്. താളനിബദ്ധമായി പള്ളിയോടങ്ങളിൽ പാടിത്തുഴയുന്നത് ഒരിക്കൽ കണ്ടവരാരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടവരാത്തിടത്തു നിന്നും വഞ്ചിപ്പാട്ടിന്റെ വഞ്ചി തുഴയില്ലാതെ തോന്നിയ ദിക്കിലേക്ക് ഒഴുകുമ്പോൾ ക്യാപ്സ്യൂൾ പരുവത്തിലെങ്കിലും കലോത്സവ നഗരികൾ വഞ്ചിപ്പാട്ടിനെ നിലനിർത്തുന്നു എന്ന ആശ്വാസം മാത്രം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തം കലോത്സവത്തിന്റെ 5ാം രാവിനെ ജനനിബിഡമാക്കി. ആവർത്തന സ്വഭാവമുള്ള പ്രമേയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സംഘനൃത്തത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയായിരുന്നു. നടന ഇനങ്ങളിൽ ഏറെ ജനകീയമാണ് സംഘനൃത്തം. കലോത്സവത്തിന്റെ 5ാം നാളിൽ പ്രധാന വേദിയായ നിളയെ ജനനിബിഡമാക്കിയത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തമാണ്. ചടുല ചുവടുവെപ്പുകളും മിന്നിമറിയുന്ന രൂപഭാവങ്ങളാലും നർത്തകിമാർ വേദിയെ കീഴടക്കിയപ്പോൾ സദസ് ആവേശത്താൽ ഇളകിമറിഞ്ഞു. നിള വർണ്ണവസന്തത്തിൽ നിറഞ്ഞൊഴുകി. സമകാലിക പ്രശ്നങ്ങൾ നൃത്തസംഗീത രൂപത്തിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തു. ആവർത്തന സ്വഭാവമുള്ളവയും അരങ്ങിലെത്തിയെങ്കിലും സംഘനൃത്തത്തിൻ്റെ പ്രേക്ഷകരെ അതൊന്നും ബാധിച്ചില്ല. രാവേറെ പിന്നിട്ടപ്പോഴും സംഘനൃത്തത്തിൻ്റെ ചിലമ്പൊലികളാൽ വേദിയും സദസ്സും ഉണർന്നിരുന്നു. കലോത്സവത്തിന്റെ 5ാം നാളിലും പ്രധാന വേദിയായ നിളയിൽ ജനസമുദ്രമായിരുന്നു. ജനകീയ നൃത്ത ഇനമായ നാടോടി നൃത്തം കാണുവാൻ ജനം ഒഴുകിയെത്തുകയായിരുന്നു. ക്യാമറാമാൻ ജിബേഷിനൊപ്പം സണ്ണി ജോസഫ്. തൃശൂരിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. എളവള്ളി മമ്മായി സെന്ററിന് സമീപം പുഴങ്കരയിലെത്ത അഷ്റഫിന്റെ മകൻ അജ്മൽ പി അഷ്റഫാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്തിന്റെ നില അതീവ ഗുരുതരമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ചിറ്റിലപ്പള്ളിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ എതിർദിശയിൽ വന്ന കാർ ഇവരുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു.